ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടുമായി ഷോറിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഇപ്പോൾ ഫാൻഷി ഷിലാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് ഷിലാങ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നതാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ഷിലാങ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാസ്വേഡ് അടിച്ച് വീടിനകത്ത് കയറാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അടിക്കുന്ന പാസ്വേഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഏതായിരിക്കും പാസ്വേഡ്, ഷിലാങ്ങിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട് ഇവനിങ്ങനെ അത് അടിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയം കഴിഞ്ഞ എപ്പിസോഡിൽ ഷിലാങ്ങിനോട് സംസാരിച്ച അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷി ആ സമയത്ത് ഞാനാണെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഷിലാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അയാൾ ഷിലാങ് അവൻ ഇന്നലെ നൈറ്റ് ഭയങ്കര ലേറ്റായിട്ട് വരുന്നത് കേട്ടു, രാവിലെ നല്ല നേരത്തെ തന്നെ ഇവിടുന്ന് പോകുന്നേ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഫാൻഷി അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ നേരെ ഒരു ബാറിലേക്കാണ് ചെന്നിരിക്കുന്നത്. കൂടെ സപ്പോർട്ട് എടുക്കാനായിട്ട് ഹുവയും ഉണ്ട്. ഹുവയാണെങ്കിൽ അവൻ തിരിച്ചു വരും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ അവനോടങ്ങ് പോകാൻ പറയാനായിട്ടുള്ള രീതിയിലൊക്കെ ഇവൻ സംസാരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഷിലാങ് വർക്ക് ചെയ്യുന്ന കമ്പനിയിലോട്ട് ഇവൻ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴായാലും ഷിലാങ്ങിൻ്റെ ഓഫീസിൽ അവനില്ല. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ഷിലാങ് ആനുവൽ ലീവിൽ വന്നിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഇവൻ ഷിലാങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോകുന്നുണ്ട്. ഒരു റെസ്പോൺസും ഇല്ല. ആ ഒരു ടൈമിന് ഇവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വീണ്ടും ബാറിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഷിലാങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വീണ്ടും ഇവനെ കാണുന്നുണ്ട്. നീ വീണ്ടും ഷിലാങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണോ? അവൻ്റെ സ്യൂട്ട് കേസൊക്കെ കൊണ്ട് എങ്ങോട്ടോ പോയതാണ് കണ്ടത്. മേ ബി അവൻ വരാനായിട്ട് കുറച്ച് ടൈം എടുത്തേക്കും എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷി ആവാം ആക്ച്വലി ഞാനും അവന് തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ ദേഷ്യം വന്നപ്പോൾ അറിയാണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയും അപ്പോൾ എനിക്കാണെങ്കിൽ നേരിട്ട് സോറി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അയാളോട് പറയുന്നുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം, ഷിലാങ് തിരിച്ചു വരുന്ന ടൈമിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതിയെന്ന്. അയാളപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവനാണെങ്കിൽ ഹുവയുടെ ഒരു ബാറിലിരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് ഹുവയാണെങ്കിൽ ഇതുപോലെ ഷിലാങ്ങിന് വേണ്ടിയിട്ട് നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ തന്നെ അവൻ പോണെങ്കിൽ പൊക്കോട്ടെ, ഇല്ലെങ്കിൽ നീ അവനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇതിന് പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അവൻ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് ഇവരിപ്പോൾ ഈ ഒരു കളിയല്ലേ കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവനെങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് സ്നേഹിച്ചിട്ട് നല്ല ഒന്നൊന്നരായിട്ട് അങ്ങ് പറ്റിച്ചിട്ടിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവയാണെങ്കിൽ പിന്നെ മറ്റേ പെൺകൊച്ചുണ്ടല്ലോ, നമ്മളാണെങ്കിൽ ഇവന് ഡ്രഗ്സ് കൊടുക്കാനായിട്ട് അഭിനയിക്കാനായിട്ട് വിളിച്ചത് മറ്റാരെയല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു പെൺകുട്ടീനെയാണ് പറയുന്നത്. ഷിലാങ്ങിനോട് സത്യങ്ങളെല്ലാം പറഞ്ഞ അവളുടെ പേര് ആക്ച്വലി ബൈറ്റിംഗ് എന്നാണ്, സ്വന്തം കാല ടിങ് എന്നങ്ങ് വിളിക്കാം. സോ ടിങ്ങിനെ പറ്റിയിട്ട് ഇപ്പോൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഹുവ പറയുന്നുണ്ട് അവളുടെ ഐഡൻറ്റിറ്റി നമ്മളാണെങ്കിൽ പുറത്ത് കൊണ്ടുവന്നല്ലോ. അപ്പോഴത്തേക്കും അവളുടെ അച്ഛനാണെങ്കിൽ ഇതറിഞ്ഞു. അപ്പോൾ ഇവളുടെ അച്ഛനാണെങ്കിൽ ഒരാൾക്ക് വിൽക്കാനായിട്ടിരിക്കുകയാണ്, ലൈക്ക് ഒരു 60 വയസ്സൊക്കെ ഉള്ളൊരു വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഇത് ഓർത്തിട്ട് ഇങ്ങനെ പേടിച്ചോടിപ്പോയിരിക്കുകയാണ്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഒരു പണി കൊടുക്കണ്ടേന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷിയാവും അവളുടെ ഫോൺ നമ്പർ അവളുടെ അച്ഛൻ ആർക്കാണോ വിറ്റത് അയാൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് അത്രയും മതിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് മതി, ഇതെങ്ങാനും വലിയ പ്രശ്നമായിട്ട് ഷിലാങ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവൻ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ഷിലാങ് താമസിക്കുന്നതിനവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഷിലാങ് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ നേരെ ഷിലാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ചെല്ലുമ്പോഴത്തേക്കും ഷിലാങ് വർക്ക് കഴിഞ്ഞ് വരുമായിരുന്നു. കണ്ടോണ്ടേ തന്നെ ഷിലാങ്ങിൻ്റെ അടുത്ത് ഇവൻ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്തിനാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തത്, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നെ എന്തിനും നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഷിലാങ് എനിക്ക് തന്നെ ശരിക്കും സംശയമുണ്ട്, നീയും നിൻ്റെ ഫ്രണ്ട്സും കൂടെയായിട്ട് പ്ലാൻ ചെയ്ത് എന്നെ കൊണ്ട് ഡ്രഗ് എടുപ്പിച്ചു, എന്നിട്ട് കാറിൽ വെച്ചിട്ട് എൻ്റെ ഒരു വീഡിയോ വരെ എടുത്തു. ആ ഒരു വീഡിയോ നീ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ട് എന്തുമാത്രം പ്രാവശ്യമാണ് പ്ലേ ചെയ്ത് കണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവപ്പോൾ അതിന് കാരണം എനിക്ക് നിന്നോട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് കുറേ തവണ കണ്ടത്. പിന്നെ നീ എന്നെ കുറ്റം പറയില്ലേ, പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കലി ഡാഷ് ക്യാമിൽ ഉണ്ടായിരുന്നതാണ്, അല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതോ ഒന്നും തന്നെ ഇല്ല. നീ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് പ്രൂഫ് ഒന്നും ഇല്ലല്ലോ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും പ്രൂഫ് ഇല്ലെന്നും ഷിലാങ് തൻ്റെ മൈൻഡിലുള്ള ആ ഒരു കാര്യങ്ങളാണ് തുറന്ന് പറയുന്നതെന്നും ഷിലാങ്ങിന് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഫാൻഷിയാവ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും തന്നെ ഇവൻ ന്യായീകരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ഫാൻഷിയാവരുടെ അടുത്ത് ഷിലാങ് ജസ്റ്റ് എനിക്ക് കുറച്ചുകൂടി ചിന്തിക്കാനൊരു ടൈം വേണം, കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇമോഷൻസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ടൈം തരണം, അത് കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാം, നീ ഇപ്പോൾ പോകാൻ നോക്കും, പിന്നെ ഒരു ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഷിലാങ് ഡോർ ക്ലോസ് ചെയ്ത് അകത്തേക്ക് കയറാനേ നോക്കുകയാണ്. എന്നാൽ ഫാൻഷിയാവ് വിടുന്നില്ല. ഫാൻഷിയാവ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. ഷിലാങ്ങിനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഷിലാങ് ആ ടൈമിന് ഫാൻഷിയാവുടെ കൈ നോക്കിയിട്ട് നിൻ്റെ കയ്യിൽ മുമ്പൊരു മുറിവുണ്ടായിരുന്നല്ലേ, നീയാണെങ്കിൽ ഇങ്ങനെ കൈയൊന്നും കൊണ്ട് ചുമലിലൊന്നും വെച്ചേക്കില്ലേ, നിൻ്റെ കൈക്ക് എന്തിനും പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയം നീ എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ കൈയിനെക്കുറിച്ച് കെയർ ചെയ്യുന്നു ചോദിച്ചിട്ട് അവന് വീണ്ടും കിസ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. അവർ നേരെ എന്നിട്ട് റൂമിലോട്ട് പോയിട്ട് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷിലാങ് എനിക്ക് നിന്നെ ഇനി വിശ്വസിക്കാനേ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവ് അവനെ നോക്കിയിട്ട് അതെന്താ അങ്ങനെ ചോദിച്ചത് എന്നിങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്. ഷിലാങ് ആ ടൈമിന് നീ എന്നോട് കള്ളം പറയുക വല്ലതും ചെയ്യുന്നെങ്കിൽ നീ ലൈഫ് ലോങ് മൊത്തം എന്നോട് കള്ളം പറയണം, ആ ഒരു കള്ളത്തരം ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കാതെ നീ നോക്കണം, എനിക്കാണെങ്കിൽ നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് മാത്രമാണ്, കള്ളം പറയുക
പറയുവാണ് അത് ഞാൻ കണ്ടുപിടിക്കരുത്, അല്ലെങ്കിൽ നീ സത്യം മാത്രമായിരിക്കും പറയേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻഷാവരുടെ അടുത്ത് നീ ഇനി എൻ്റെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഫാൻഷാവ് ആ സമയം നിനക്കാണെങ്കിൽ തോന്നുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കാനും തോന്നുമ്പോൾ പറഞ്ഞു വിടാനും മാത്രമേ അറിയത്തുള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷുലാങ് ആണെങ്കിൽ എന്തേ നിനക്കെൻ്റെ ലൈഫിലേക്ക് തിരിച്ച് വരണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അവർ പിന്നെ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഷുലാങ്ങിനെ ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നത് ഫാൻഷാവോ തന്നെയാണ്. ആ സമയം ഫാൻഷാവോ താനൊന്ന് തൻ്റെ ഓഫീസിലോട്ട് പോകുന്നില്ല. ഷുലാങ്ങിൻ്റെ ഓഫീസിൽ വന്നിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഷുലാങ് ആ ടൈമിൽ നീ വന്നിരുന്നിട്ട് ശരിക്കും യാതൊരു കാര്യമില്ല, എനിക്കിന്ന് ഫുള്ള് മീറ്റിംഗ് ആണ്, ഞാൻ ഒരിക്കൽ പോലും ഫ്രീ ആവത്തില്ല എന്ന് പറയുന്നുണ്ട്. ഫാൻഷാവോ അത് കുഴപ്പമില്ല, 3 ദിവസം നിന്നെ കാണാതിരുന്നപ്പോൾ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഒരു 3 ദിവസത്തെ മിസ് ചെയ്ത കാര്യങ്ങളെല്ലാം മാറ്റണമല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും ഞാൻ വന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ എനിക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനായി നിൽക്കുന്നുണ്ട്. ആ സമയം ഫാൻഷാവോ പോകുന്നതിന് മുമ്പേ എനിക്ക് സ്വീറ്റായിട്ട് എന്തെങ്കിലും തരാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഫാൻഷാവോയുടെ അടുത്തേക്ക് ഷുലാങ് കിസ് ചെയ്യുന്ന പോലെ വന്നിട്ട് കിസ്സൊന്നും ചെയ്യുന്നില്ല, ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം ഷുലാങ് ഓഫീസിലോട്ട് ചെന്നിട്ട് മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്നുണ്ട്. മീറ്റിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഫാൻഷാവോ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. വന്നിട്ട് അത് പിന്നെ കോൺട്രാക്ട് വെച്ചില്ലേ, ആ കോൺട്രാക്റ്റിൽ കുറച്ച് പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഷുലാങ്ങിനോട് ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുലാങ് ഞാനൊരു മീറ്റിങ്ങിലാണെന്ന് പറയുമ്പോൾ ഡയറക്ടർ ഇല്ല നീ അവൻ്റെ അടുത്തേക്ക് പൊക്കോ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷുലാങ്ങിന് ഫാൻഷാവോയുടെ അടുത്തേക്ക് പോവേണ്ടി വരാണ്. ഫാൻഷാവോയുടെ ഓഫീസിൻ്റെ അകത്തേക്ക് വന്ന സ്പോട്ടിൽ തന്നെ ഫാൻഷാവോ ഷുലാങ്ങിനെ പിടിച്ചെടുത്തിട്ട് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ഷുലാങ് അവനെ തടങ്ങിയിട്ട് ഇപ്പം വേണ്ട, വീട്ടിൽ ചെന്നിട്ട് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷാവോ എങ്കിൽ ഓക്കെ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ആ ഓക്കെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഫാൻഷാവോ എങ്കിൽ ഓക്കെ നീ പോയി നിൻ്റെ വർക്ക് ചെയ്തു, ഞാൻ പോയി എൻ്റെ വർക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഫാൻഷാവോ ഷുലാങ്ങിനെ ഒരു സിമ്മട്രിയൊക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഷുലാങ്ങിൻ്റെ അമ്മയുടെ കല്ലറയൊക്കെ ഉള്ളത് അവരുടെ നാട്ടിലാണ്, അതുകൊണ്ട് തന്നെ അവന് വർഷത്തിലൊരിക്കൽ മാത്രമേ പോയി കാണാൻ പറ്റത്തുള്ളൂ. ചില സമയം അവനാണെങ്കിൽ അവൻ്റെ അമ്മേനെ മിസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് സംസാരിക്കണമെന്ന് തോന്നുന്ന ടൈമിന് പോലും പെട്ടെന്ന് ട്രാവൽ ചെയ്ത് പോയി കാണാൻ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഷുലാങ് ഫാൻഷാവോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അവിടെയുള്ള ഒരു സിമ്മട്രി ഇപ്പോൾ ഫാൻഷാവോ ഷുലാങ് അറിയാതെ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഷുലാങ്ങിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഷുലാങ്ങിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിൻ്റെ അമ്മേനെ വന്ന് കാണാം, നിനക്ക് ഇങ്ങനെ ചെയ്തു തരണമെന്ന് എനിക്ക് തോന്നിയെന്ന്. അപ്പോൾ ഷുലാങ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. എന്നിട്ട് ഷുലാങ് ഫാൻഷാവോയുടെ കൈയൊക്കെ പിടിച്ചിട്ട് താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് അവനൊരു കോൾ വരാണ്. അങ്ങനെ ഫാൻഷാവോ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഷുലാങ് ആണെങ്കിൽ അവൻ്റെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അവൻ അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞതുപോലെ ലോകം അത്ര മോശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരാൾ ലൈഫിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു, അത് ഇവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഫാൻഷാവോ പുറത്തേക്ക് പോയി നിന്നിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അതൊരു പക്ഷേ ഹുവയായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കാം വിളിച്ചത്, ആരാണ് വിളിച്ചതെന്ന് കാണിക്കുന്നില്ല. കോൾ ചെയ്തിട്ട് ആ ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഭവം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവൻ്റെ ചേട്ടന്മാർക്കിട്ട് എന്തോ ഒരു പണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൻ്റെ രണ്ടാമത്തെ ചേട്ടനിട്ട് വെച്ച പണിയിൽ ചേട്ടൻ വീണിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ടൈമിൽ ഫാൻഷാവോ പറയുന്നുണ്ട് വീണെങ്കിലും സൂക്ഷിക്കണം, അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാം മനസ്സിലാക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അവനെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അവനാണെങ്കിൽ അതിൽ നിന്ന് ഊരി പോവാതെ നോക്കിയും വേണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഇനി നിങ്ങളുടെ അങ്കിളിനും പിന്നെ മൂത്ത ചേട്ടനും പണി കൊടുക്കണ്ടേ, അതിന് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫാൻഷാവോ അതിന് കറക്റ്റ് ടൈം ആവട്ടെ എന്നിട്ട് അടുത്ത പ്ലാനിങ് നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ലൂഷനെയാണ്. ഇപ്പോൾ ലൂഷനാണെങ്കിൽ ഹുവായി എന്ന് പറഞ്ഞൊരു ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവാനായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കാം, ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിനെ പോലെ നിന്ന് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ സമ്മതിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവനാണെങ്കിൽ ഇയാളോട് പറയുന്നുണ്ട് സാർ എനിക്ക് ആ ഒരു മാഡത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ളതല്ലേ ഞാനൊരു ഗേ ആണെന്ന്. ആ ടൈമിന് ഇവൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളെന്തോ ആണ് ഈ ഹുവായൻ. അപ്പോൾ ഹുവായനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ ഒരു കോൺട്രാക്റ്റ് സമ്മതിച്ചത്, നീയാണ് സമ്മതിച്ചു തന്നത്, അതുകൊണ്ട് തന്നെ നീ ആ ഒരു ലേഡിയുടെ അടുത്തേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ലൂഷണ സമയം പറയുന്നുണ്ട് തന്നെക്കൊണ്ട് പറ്റത്തില്ല, അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് ഒരു സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ അവരുമായിട്ട് ഇങ്ങനെ വൺ നൈറ്റ് സ്റ്റാൻഡ് അങ്ങനത്തെ ഒരു സംഭവത്തിന് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവായനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എഴുന്നേറ്റ് ഇവൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാനായിട്ട് വരുത്തി വെച്ചതല്ല, നിന്നോട് ചോദിച്ചപ്പോൾ നീയാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ടാണ് നിന്നെ വിളിച്ചു വരുത്തുകയും ആ ഒരു ലേഡിയുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തത്, നീയായിട്ട് വരുത്തി വെച്ചാണ്, അല്ലാതെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ അങ്ങോട്ടേക്ക് പോയേ പറ്റും, പോവാതിരിക്കാമെന്ന് വിചാരിക്കുക വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷനാണെങ്കിൽ തന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവായനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നീയാണെങ്കിൽ ഇന്ന് ഞാനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഹുവായനാണെങ്കിൽ അയാളുടെ ഷർട്ടെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ലൂഷൻ സൈഡിലേക്ക് മാറിയിരിക്കുമ്പോൾ എന്ത് പറ്റി, എൻ്റെ ടൈപ്പിലുള്ള പയ്യന്മാരെ എന്തിനൊക്കെ ഇഷ്ടമല്ലേ, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്ത് അവനെ ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. ലൂഷൻ അപ്പോൾ കാല് പിടിച്ച് പറയുന്നുണ്ട് പ്ലീസ് 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 ഞാൻ വേണമെങ്കിൽ പൈസ എല്ലാം അടച്ചോളാം,
എന്നെ ഇതിനൊന്ന് ഫോഴ്സ് ചെയ്യരുത്, ഇതിനുള്ള എന്ത് പണിഷ്മെൻറ്റ് ഞാൻ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവായനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ ആ ഒരു ലേഡിനെ നീ നേരിട്ട് പോയിട്ട് സോറി പറയുക, അവരാണെങ്കിൽ ഓക്കെ പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഇവിടെ സോൾവ് ആകത്തുള്ളൂ. അല്ലാണ്ട് നീ വെറുതെ പോകുമെന്ന് വിചാരിക്കേ വേണ്ടെന്ന് പറയുന്നുണ്ട്. ലൂഷനാണെങ്കിൽ ഓക്കെ എന്നും പറയാണ്. അങ്ങനെ ലൂഷൻ വിഷമിച്ച് ആകെ വല്ലാണ്ടായിട്ട് അവൻ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ ഒരു വണ്ടിയിലേക്ക് കയറി പോകുന്നുണ്ട്. പകുതി വഴിക്ക് വെച്ചിട്ട് ആ ഒരു വണ്ടി ഇതുവരെ പോകത്തുള്ളൂ, ബാക്കി നീ നടന്നു പോകണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ലൂഷൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ടൈമിന് അവൻ്റെ മൈൻഡിൽ മൊത്തം ഉള്ളത് അവൻ ഷുലാങ്ങിനെ ഡേറ്റ് ചെയ്തിരുന്ന കാര്യവും ആ ഒരു ടൈമിന് അവൻ്റെ ലൈഫിലേക്ക് ഫാൻഷിയാവ് കടന്നു വന്നതും ഫാൻഷിയാവുടെ ഒരു സ്നേഹമൊക്കെ കണ്ടിട്ട് അവനെ വിശ്വസിച്ച് അവനെ സ്നേഹിക്കാൻ തുടങ്ങിയ കാര്യമെല്ലാം തന്നെയാണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് അവൻ പോലും ശ്രദ്ധിക്കാതെ അവൻ നടന്നു വന്നത് ഷുലാങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലേക്കായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഷുലാങ്ങിനെ മീറ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് കേട്ട് ഒരാൾ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തത് ഷുലാങ് ആയിരിക്കും എന്ന് കരുതി ഇവൻ നോക്കുമ്പോൾ അത് ഷുലാങ് ആയിരുന്നില്ല, ഫാൻഷിയാവോ ആയിരുന്നു. ഫാൻഷിയാവിനെ കാണുന്നതും നീ ഇവിടെ എന്താ ചെയ്യുന്നത്, നിനക്കെന്താ ഇവിടെ കാര്യം എന്നൊക്കെ ഇവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഒരു 5 മിനിറ്റ് മുന്നേ എന്താണ് നടന്നുകൊണ്ടിരുന്നൊരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവൻ വരുന്നതിന് മുമ്പായിട്ട് ഷുലാങ്ങും ഫാൻഷിയാവും കൂടെ ആയിട്ട് ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ലൂഷൻ വന്നിട്ട് ഡോറിൽ ഇങ്ങനെ നോക്ക് ചെയ്തിട്ട് ഷുലാങ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ശബ്ദം ബെഡ്റൂമിൽ നിന്ന് ഷുലാങ് ഇങ്ങനെ കേട്ടിട്ട് ആരോ വിളിക്കുന്നുണ്ട്, മേ ബി നെയ്ബർ ആയിരിക്കും, എന്തെങ്കിലും അത്യാവശ്യം കാണും പോയി നോക്കെന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റാണെങ്കിൽ ഇല്ല നീ അന്ന് ശ്രദ്ധിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻഷിയാവ് നിൽക്കുന്നുണ്ടെങ്കിലും ഷുലാങ് നിർബന്ധിക്കുന്നുണ്ട്. ശരി ഞാൻ പോയി നോക്കിയിട്ട് നീ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഫാൻഷിയാവ് അവൻ്റെ പാൻറ്റൊക്കെ എടുത്തിടുന്നുണ്ട്. എന്നിട്ട് അവൻ റൂമിൻ്റെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോൾ അവൻ അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്തപ്പോഴാണ് ലൂഷനാണെന്ന് മനസ്സിലാവുന്നത്. ഫാൻഷിയാവൻ അവിടെ കാണുമ്പോൾ ലൂഷനും ഞെട്ടുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത്, നീ ഇപ്പം തന്നെ എന്നെ വെച്ച് ഒരുപാട് കളിച്ചില്ലേ, എന്നെ നീ പറ്റിച്ചില്ലേ, എന്നിട്ട് നീ ഇപ്പോൾ ഷുലാങ്ങിൻ്റെ വീട്ടിൽ എന്തിനാ വന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തീർത്താൽ പോരെ, എന്തിനാ നീ ഇവനെയും കൂടെ അഫക്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് ഷുലാങ് ആ ടൈമിന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ലൂഷൻ ആ ടൈമിന് ഫാൻഷിയാവരുടെ അടുത്ത് നീ എനിക്ക് തന്ന ഗിഫ്റ്റും സംഭവങ്ങളും എല്ലാം തന്നെ ഞാൻ നിനക്ക് തിരിച്ചു തന്നില്ലേ, നമ്മൾ തമ്മിലുള്ള കോൺടാക്റ്റ് ആണ് നിന്നതല്ലേ, പിന്നെ നീ എന്തിനാണ് വീണ്ടും എൻ്റെ ലൈഫിലോട്ട് ഇങ്ങനെ കടന്നു വരുന്നത്, അത് മാത്രമല്ല ഞാൻ ഷുലാങ്ങുമായിട്ട് ഓൾറെഡി ബ്രേക്കപ്പ് ആയി, പിന്നെ നീ എന്തിനാണ് ഷുലാങ്ങിനെയും കൂടെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് ആ ടൈമിന് നിനക്ക് ഓൾറെഡി ഫാൻഷിയാവനെ അറിയാമോ എന്ന് ഇങ്ങനെ ലൂഷനോട് ചോദിക്കുന്നുണ്ട്. ലൂഷൻ ആ ടൈമിന് അല്ല ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചിട്ട് അല്ല നീയും ഫാൻഷിയായും തമ്മിൽ എന്താ റിലേഷൻ, അന്ന് ഞാൻ വന്നപ്പോൾ നിൻ്റെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നത് ഇവനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അതെ ഇവൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഷുലാങ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ലൂഷനാണെങ്കിൽ ബോയ് ഫ്രണ്ടോ, ഇവനെ നീ വിശ്വസിക്കല്ലേ, ഇവനാണ് മറ്റേ ഫാൻഷിയാവോ, ഞാനും നീ റിലേഷൻഷിപ്പിലായിരുന്ന ടൈമിന് എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്നിട്ട് നിന്നെ ചീറ്റ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഇവനാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ഫാൻഷിയാവോ ചീറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നോ, അതിന് പരസ്പരം ഫീലിങ്സ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ തമ്മിൽ അവനെ ചീറ്റ് ചെയ്യത്തുള്ളൂ, എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. ആ ടൈമിന് ഷുലാങ് നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്പരം പരിചയമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഒരു മോഡലായിട്ട് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവനെ ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്, ഒരിക്കലെന്നാണ് എൻ്റെ ഓർമ്മ, ഒത്തിരി മോഡൽസിനെ വിളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല എന്ന് ഫാൻഷിയാവോ പറയുന്നുണ്ട്. എന്നാൽ ലൂഷൻ നീ ഇവൻ പറയുന്നതെന്ന് വിശ്വസിക്കരുത്, ഇവനാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുവാണ്, ഇവൻ പറയുന്നത് ഇത്രയും കള്ളത്തരാണെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവോ ആ ടൈമിന് ഞാൻ നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ടല്ലേ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിനക്ക് ചുമ്മാ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ പിരിക്കാൻ നോക്കാം, അതുകൊണ്ട് തന്നെ നീ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും, നീ പറയുന്നതെല്ലാം കള്ളത്തരല്ലേ എന്ന് ലൂഷനോട് ചോദിക്കുകയാണ്. ലൂഷനപ്പോൾ അല്ലല്ലോ ഒരിക്കലും അല്ല, സത്യമായിട്ട് ഞാൻ കള്ളം പറയുന്നതല്ല, ഷുലാങ് ഞാൻ പറയുന്നത് വിശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. അതേ ടൈമിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലൂഷനാണെങ്കിൽ സ്ട്രെസ്ഡ് ആവുന്ന ടൈമിന് അവൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞ് അവൻ തല ഇറങ്ങി വീഴാറുണ്ട്. സോ അവൻ ഇപ്പോൾ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്ന കാണുമ്പോഴത്തേക്കും ഷുലാങ് അവൻ്റെ അടുത്ത് വന്നിട്ട് നീ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കാം ഡൗൺ ആവുക, നീ ഇരിക്കും നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അവൻ ഓക്കെ ആവാനായിട്ട് അവന് ഒരു പീസ് ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫാൻഷിയാവരുടെ അടുത്ത് നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഇവനെ വയ്യാതാക്കല്ലേ, കാരണം ഇവനിപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല, അതുകൊണ്ട് ഇവന് വയ്യാതായി കഴിഞ്ഞാൽ ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല, പക്ഷേ ഒരിക്കൽ ഇവനാണെങ്കിൽ നിൻ്റെ ഡ്രോയിങ്ങിന് മോഡലായിട്ട് ഇരുന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഇവൻ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ നിൻ്റെ തലയ്ക്ക് വെച്ച് തരും, ഞാൻ പോയി ഡ്രസ്സിങ് ഒക്കെ നേരെ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഷുലാങ് ആണെങ്കിൽ നേരെ റൂമിലേക്ക് പോവാണ്. എന്നാൽ റൂമിൽ ചെന്ന് കയറി ഉടനെ തന്നെ ഷുലാങ് കരയാനായി തുടങ്ങാണ്. ഷുലാങ്ങിന് ഇപ്പോൾ ചെറിയ ഡൗട്ടും ഒക്കെ തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒന്നും സംഭവിക്കാത്ത പോലെ ഇവരുടെ അടുത്തേക്ക് ഒരു കസേരയൊക്കെ ഇട്ടിട്ട് ചെന്നിരിക്കുന്നുണ്ട്. ഇവരുടെ അടുത്താണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറുപടി പറയാം, മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിൽ അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണമെന്നും ഷുലാങ് ആണെങ്കിൽ ലൂഷനോട് എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ലൂഷൻ്റെ അടുത്ത് നീയാണെങ്കിൽ ഇവൻ്റെ മോഡലായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ മോഡലായിട്ടിരിക്കാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. ആ ടൈമിന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ വർക്കിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുന്ന ആൾ തന്നെയാണ് എന്നെ വിളിച്ചിട്ട് ഇതുപോലൊരു വർക്കുണ്ട്, ബാക്കി വർക്ക് വന്ന് എനിക്ക് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർക്കിന് പോയി കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ക്യാഷ് കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവൻ്റെ മോഡലായിട്ടിരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്.
ഷുലാങ് ആ സമയം ഫാൻഷിയാവരുടെ അടുത്ത് നീയാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഞാൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഇവനെൻ്റെ മോഡലായിട്ട് ഇരുന്നുകൊണ്ട് ഒരു താങ്ക് യു പോലെ തിരിച്ച് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ഒരു കിരീടം നീ കൊടുത്തില്ലേ, അത് നീ തന്നെയാണ് ശരിക്കും കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അതെ ഞാൻ തന്നെയാണ് കൊടുത്തത്, അത് പിന്നെ ഞാനൊരിക്കൽ ഇവനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ഇവൻ്റെ വർക്ക് പ്ലേസിൽ ഇവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒരുമാതിരി അവൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും ലൂഷനും ഫ്രണ്ട്സിനെ പോലെ ആയതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ കൂടെ വേണ്ടിയിട്ട് പലതും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ക്രൗണും ഇവന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അത് ജസ്റ്റ് സിമ്പിൾ ഗിഫ്റ്റുകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ലൂഷനായ ടൈമിൽ സിമ്പിൾ ഗിഫ്റ്റോ, നീയാണെങ്കിൽ എന്നെ ഒരു ഫ്രണ്ടായിട്ടാണോ കണക്കാക്കുന്നത്, അതോ വേറെന്തിൻ്റെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് നീ പെരുമാറുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവ് ആ സമയം എനിക്ക് തോന്നുന്നത് നീ ഇപ്പോഴും സ്വപ്നം കാണുന്നൊരു പ്രായത്തിലാണെന്ന്, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ മതി രണ്ടുപേരും നമ്മൾ തർക്കമാവാതെ ഞാനിനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നീ നിൻ്റെ ഫോണിൽ ലൂഷൻ്റെ പേര് എങ്ങനെയാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്? അന്ന് നമ്മൾ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ നിനക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കോൾ ചെയ്ത ആളുടെ പേര് സേവ് ചെയ്തിട്ടിരുന്നത് ലൂ എന്നായിരുന്നു. അതാണെങ്കിൽ ലൂഷൻ്റെ പേര് നീ ഷോർട്ട് ഫോം ആക്കി ഇട്ടിരുന്നതാണോ? അപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് നീ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കോൾ തന്നെയാണ് എടുത്തത്, അതും നീ എന്നോട് തന്നെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്താലും ആവശ്യപ്പെട്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ലൂഷൻ്റെ കോൺടാക്റ്റ് എങ്ങനെയാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ഫാൻഷിയാവോ അവൻ്റെ മൊബൈൽ നോക്കുന്ന ടൈമിൽ അത് കാണുന്നില്ല, കാരണം ഓൾറെഡി ഷുലാങ് അത് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷുലാങ് ആണെങ്കിൽ ആ ഒരു ഫോൺ അവൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ലൂഷനോട് ഒന്ന് കോൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ലൂഷനാണെങ്കിൽ ഫാൻഷിയാവിന് കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അത് സേവ് ചെയ്തിട്ടുള്ളത് മോഡൽ 1 എന്നും പറഞ്ഞിട്ട് ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ശരിക്കും ലൂ എന്ന് വിളിച്ചത് അത് ശരിക്കും ഇവനല്ല, ഞാനാണെങ്കിൽ അറിയാണ്ട് ഇവനെ സംശയിച്ച് പോയതാണ് എന്നൊരു ചിന്തയെല്ലാം തന്നെ ഷുലാങ്ങിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഫാൻഷിയാവ് ആ ടൈമിന് ഞാൻ നിൻ്റെ പേര് എങ്ങനെയാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഫാൻഷിയാവോ അവൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഷുലാങ്ങിൻ്റെ പേര് അവനിങ്ങനെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ തന്നെ നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഫാൻഷിയാവോയും അവൻ്റെ ഫ്രണ്ട് ഹുവയും കൂടി ഇരുന്നിട്ട് ഒരു ക്ലബ്ബിലിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്ന ടൈമിന് സംസാരിച്ചൊരു കാര്യമാണ്. ആ ഒരു സീൻ നമ്മൾ ഓൾറെഡി ഒരിക്കൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഷുലാങ്ങിനെ ഇട്ടിട്ട് പോകാൻ പോകുന്നത്, അവനെ ചീറ്റ് ചെയ്താണോ, അവനെങ്ങനെയും വിഷമിപ്പിക്കണ്ടേ, എങ്ങനെയാണ് നീ അവനെ ഡേറ്റ് ചെയ്യുന്നത് നിർത്താനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് അവനോട് ബ്രേക്കപ്പായി പോകുന്നത് എന്നുള്ള രീതിയിലൊരു സംസാരം നടന്നത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ ടൈമിൽ ഫാൻഷിയാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുലാങ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പയ്യനാണ്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെന്നത് ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല, ഇത്രയും കാലം കാണിച്ച സ്നേഹമെല്ലാം ഒരു കള്ളത്തരമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ അതൊന്നും യാതൊരു മൈൻഡും കൊടുക്കാതെ എനിക്കിട്ട് വല്ല പണിയും തന്നിട്ട് അവൻ പോകാൻ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പ്ലാൻ വേണം ആലോചിക്കാനായിട്ട്. അതായത് നമ്മളാണെങ്കിൽ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യണം അവനെ കൊണ്ട് കുറ്റബോധപ്പെടുത്തുന്ന രീതിയിൽ. അതായത് അവൻ എന്നെ സംശയിക്കണം, എന്നാൽ ആ ഒരു സംശയം ശരിക്കും തെറ്റായിരുന്നു എന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എന്നും അവൻ്റെ സംശയം കാരണം മാത്രം ഉണ്ടായ ഒരു കാരണമാണ് അതെന്നുള്ള രീതിയിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കണം. അങ്ങനെ ബ്രേക്കപ്പ് ആയാൽ പോലും അവൻ കാരണം ചെയ്തൊരു തെറ്റ് കാരണമാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയെന്നൊരു ചിന്തയിലെ അവൻ ജീവിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. വീണ്ടും വന്നിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫാൻഷിയാവോ ഷുലാങ്ങിൻ്റെ പേര് ലൈറ്റ് എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഷുലാങ്ങിനെ കാണിച്ചിട്ട് അവനോട് പറയുന്നുണ്ട് എനിക്ക് വെളിച്ചം ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്കും അറിയാമെന്നുള്ളതാണ്, പക്ഷേ നീ എൻ്റെ ലൈഫിലേക്ക് വന്ന ശേഷം ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. നീ എൻ്റെ ലൈഫിലെ ഒരു മെയിൻ സംഭവമാണ്, നീ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാവേണ്ട ഒരാളാണെന്ന് ഞാൻ ഉറപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് നീ ഇപ്പം എന്നെ ഇങ്ങനെ സംശയിച്ചത്. ഈ ഒരു സംശയം വെച്ച് മുന്നോട്ട് പോകാനായിട്ട് എന്നെക്കൊണ്ട് തീരെ പറ്റത്തില്ല. പ്രത്യേകിച്ച് നീയാണെങ്കിൽ എന്നെ ഒന്നാമത്തെ തവണയൊന്നുമല്ല ഇത് സംശയിക്കുന്നത്, ഇപ്പം തന്നെ പല തവണയായിട്ടുണ്ട്. ഈ സംശയത്തിൻ്റെ പേരിൽ നീ ഒരു എവിഡൻസും അന്വേഷിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നിൻ്റെ മുന്നിൽ മുട്ടോതിരിക്കുന്നതെന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല, പക്ഷേ ഒരു കുറ്റക്കാരെന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല. നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് നടക്കാനേ തുടങ്ങുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ തന്നെ മനസ്സിൽ ഓരോരോ ചിന്തകളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതായത് അവൻ രണ്ട് രീതിയിൽ ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ എൻ്റെ ആഗ്രഹം പോലെ നടന്നു, ഞാൻ എന്താണോ പ്ലാൻ ചെയ്തത് അതെല്ലാം തന്നെ നടന്നു. ഷുലാങ്ങിനെ ഞാൻ എൻ്റെ ലവിലാക്കി, എന്നിട്ട് ഞാനിപ്പോൾ അവനെ ഇട്ടിട്ട് പോവാണ്. അവനിത് വേണ്ടതായിരുന്നു, അവനിപ്പോൾ അനുഭവിക്കുകയാണ്. എൻ്റെ ആഗ്രഹം എന്താണോ അത് നടന്നു കിട്ടിയത് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ. എന്നാൽ അവൻ്റെ മനസ്സ് തന്നെ അവനോട് മറ്റൊരു രീതിയിലും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് തനിക്ക് ഷുലാങ്ങിനെ വിട്ട് പോകാനേ പറ്റില്ല, ഷുലാങ്ങിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഞാനിപ്പോൾ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ഷുലാങ്ങിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് അവനെ കാണണം, എനിക്ക് അവനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, ഞാൻ അവനായിട്ട് ബ്രേക്കപ്പ് ആകത്തില്ല, ഞാൻ അവനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ രണ്ട് രീതിയിലും ചിന്തിച്ച് അവൻ ഡോറിൻ്റെ അവിടെ എത്തുന്നതും ഷുലാങ് ആ സമയം നിനക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ അറിയാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഫാൻഷിയാവ് തിരിഞ്ഞു നോക്കിയിട്ട് നീ എന്താ ഇപ്പോൾ പറഞ്ഞെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷുലാങ് നീ നിൻ്റെ ഫോണിൽ ആദ്യം കിടക്കുന്ന മെസ്സേജ് എടുത്ത് ഓപ്പണാക്കി നോക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ ഫാൻഷിയാവ് അവൻ ഫോൺ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഹുവയുടെ ഒരു ചാറ്റായിരുന്നു അതിൽ കിടക്കുന്നുണ്ടായിരുന്നത്.
ഷുലാങ് ഓൾറെഡി ഈ ഒരു സംസാരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫാൻഷിയായുടെ ഫോൺ അവൻ്റെ കയ്യിലെടുത്ത് വെച്ചത് നമ്മൾ കണ്ടതാണ്. ഈ ഫോൺ കയ്യിലെടുത്ത് വെക്കുന്ന ടൈമിൽ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് ഷുലാങ് ആണെങ്കിൽ ഹുവയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഷുലാങ്ങിൻ്റെ പേര് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അയച്ചതാണ്. അപ്പോൾ അത് ഫാൻഷിയാവോ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഹുവയാണെങ്കിൽ നീ എന്താ അവൻ്റെ പേര് മാത്രം പറയുന്നത്, എന്താ നടന്നേ, നീയാണെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവനോട്ട് ബ്രേക്കപ്പ് ആയോ, എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്, നമ്മൾ പറഞ്ഞ ഓരോ പ്ലാനിൽ ഏതാ നീ യൂസ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുമുണ്ട് നീയാണെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് അവനെ ബ്രേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു, അവൻ്റെ റിയാക്ഷൻ എനിക്ക് കാണണമായിരുന്നു, എന്തായാലും നീ അത് ചെയ്തല്ലോ, അടിപൊളി, നീ ബാക്കി എന്തെങ്കിലും പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്രയും വായിച്ചപ്പോൾ തന്നെ ഷുലാങ്ങിന് ഓൾറെഡി കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഫാൻഷിയാവുകയും എല്ലാം പൊളിഞ്ഞു എന്നുള്ള രീതിയിലാവുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ട്, അല്ല എന്നെ എൻ്റെ എക്സിനെയും പറ്റിച്ചപ്പോൾ ഇതിനെ കുറച്ച് സമാധാനമായിട്ടുണ്ടായിരിക്കും അല്ലേ, അല്ല ഇതൊക്കെ ചെയ്തിട്ട് ഇതിനൊക്കെ എന്ത് ഫണ്ണാണ് കിട്ടുന്നത്, നീയാണെങ്കിൽ എന്തുമാത്രം എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവും സത്യമായിട്ടും ഞാനാണെങ്കിൽ ശരിക്കും തന്നെ ഭയങ്കരമായിട്ട് പറ്റിച്ചിട്ടൊന്നുമില്ല, അവനാണെങ്കിൽ ആ മെസ്സേജിൽ അയച്ചത് അതൊക്കെ അവൻ കള്ളം പറയുന്നതാണെന്ന് പറയുന്നുണ്ട്. ഷുലാങ് ആ സമയം നിനക്ക് എന്തായാലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല, പ്രത്യേകിച്ച് ട്രൂ ലവ് ഒക്കെ ആണെന്ന് ശരിക്കും നിനക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിനാണെങ്കിൽ ഷുലാങ്ങിൻ്റെ അടുത്ത് ഫാൻഷിയാവോ ഞാനാണെങ്കിൽ നിന്നെ പറ്റിച്ചിട്ടുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ നിൻ്റെ അടുത്ത് ഞാൻ സ്നേഹമാണെന്ന് പറഞ്ഞത് അതൊക്കെ റിയലായിട്ടാണ്, കാരണം എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വേറെ ഇനിയൊരു കാര്യമില്ല, കാരണം എത്രയൊക്കെ പറഞ്ഞിട്ടും ഷുലാങ് ആണെങ്കിൽ ഫാൻഷിയാവനെ വിശ്വസിക്കുന്നുമില്ല. എന്നോട് ഇത്രയും ചെയ്യാൻ മാത്രമായിട്ട് ഞാൻ നിന്നോട് എന്ത് കുറ്റമാണ് ചെയ്തത്, ഞാൻ നിന്നോട് ഒരു കുറ്റം ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിനക്ക് എന്നോട് ഇത്രയും ദേഷ്യം തോന്നാനായിട്ട് സത്യത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ കരയുന്ന പോലും ഉണ്ട്. എന്നിട്ട് ഫാൻഷിയാവോ അവൻ്റെ അടുത്ത് വീണ്ടും ഒന്ന് സംസാരിക്കാനേ വരുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഫാൻഷിയാവനെ വീടിൻ്റെ പുറത്തേക്ക് ആക്കിയിട്ട് ഡോറ് ക്ലോസ് ചെയ്യാണ്, അവനിരുന്ന് കരയും ചെയ്യാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.